ശ്രീ NM പിയേഴ്സൺ EP ഒഴിവായി എന്ന വാക്കാണ് MV ഗോവിന്ദൻ ഇന്ന് പ്രയോഗിച്ചത്. ഒഴിവാക്കിയതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന് ഇത്രയും കാലതാമസം എടുത്തു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഇതിപ്പോൾ നാളെ മുതൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്, ബ്രാഞ്ച് യോഗങ്ങൾ തുടങ്ങുകയാണ്. അവിടെ മറുപടി പറയേണ്ടതിൻ്റെ തൊട്ട് തലേ ദിവസം നടപടിയെടുത്തുകൊണ്ട് തിരുത്തൽ തുടങ്ങുന്നു. ഇതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, EP ജയരാജൻ പല ഘട്ടങ്ങളിലും പാർട്ടിയെ ധർമ്മസങ്കടത്തിലാക്കുകയോ കുഴപ്പത്തിലാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ നിരീക്ഷിക്കുന്നവരും പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നു സവർക്കർ വിപ്ലവകാരിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനതിനെ അതിശക്തമായിട്ടൊന്ന് വിമർശിച്ചിരുന്നതാണ്. കാരണം സഹാക്കൾ അങ്ങനെ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന തരത്തിലേക്ക് മാറുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ചോർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. EP-യുടെ പല പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. നമുക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിൻ്റെ പേരിൽ ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഞാനതിന് പകരമായിട്ട് ഇന്നങ്ങനെ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയുന്നത്. ഒന്ന്, നാളെ മുതൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നടപടികൾ സാധാരണ രീതിയിൽ CPM-നകത്ത് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് നടപടിയെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ളത്. രണ്ട്, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് കൂടിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ആ സെക്രട്ടേറിയറ്റിനകത്ത് അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഗോവിന്ദനും അതേപോലെ തന്നെ ജയരാജനും തമ്മിലുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ EP വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അത് കുടിപ്പകയുടെ തലത്തിലേക്ക് വളർന്ന് വികസിച്ചിരിക്കുന്നു. രണ്ട്, പാർട്ടിയെ നിരന്തരമായിട്ട് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ EP-യുടെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലുമായിട്ടുണ്ടാകുന്നു. ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ജാവേദ് അക്തറും അതേപോലെ തന്നെ BJP-യുമായിട്ട് ഉണ്ടാക്കിയ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചുള്ളതായിട്ടുള്ള ചർച്ചകൾ തന്നെ അദ്ദേഹം തുറന്നു വെക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അന്നാണ്. അതൊക്കെ എങ്ങനെയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് കഴിയുക? അതുകൊണ്ട് ഒരു ചോദ്യം ചെയ്തിരുന്നു, പക്ഷേ നടപടി അന്ന് വന്നില്ല. അതിന് പാർട്ടി സൗകര്യമുള്ളൊരു സമയത്ത് നടപടിയെടുക്കുക എന്നുള്ളത് ഇതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു കോംപ്രമൈസ് പൊളിറ്റിക്സിൻ്റെ പാർട്ട് മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് CPM-ന് തോന്നുന്നുണ്ടാവും. മുകേഷിൻ്റെ കാര്യമടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും പാർട്ടി എടുക്കുന്നതായിട്ടുള്ള സമീപനം യഥാർത്ഥത്തിൽ മധ്യവർഗ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. പഴയകാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റി ബൂർഷ്വാസിയുടെ രാഷ്ട്രീയമാണ് എടുക്കുന്നത്. വർഗരാഷ്ട്രീയമായിരുന്നുവെങ്കിൽ എത്രയോ മുമ്പ് ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അത് പക്ഷേ പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ EP ജയരാജനെതിരായിട്ട് നടപടിയെടുക്കുന്നതിൽ പലപ്പോഴും തടസ്സമായി നിന്നിട്ടുള്ള പല കാരണങ്ങളിലേക്ക് നമുക്ക് കടന്നേലേണ്ടതായിട്ട് വരും. എന്തായാലും അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സിലേക്ക് പാർട്ടി പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം വൈകിയത്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തത് നാളെ മുതൽ സമ്മേളനം നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ്.